തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം. സിദെക്കീയായ്ക്ക് സന്ദേശം. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറും അവന്റെ സകല സൈന്യവും ഭൂമിയിൽ അവന്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളും ജനതകളും ജെറുസലേമിനും അതിലെ നഗരങ്ങൾക്കും എതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, യൂദാ രാജാവായ സിദെക്കീയായോട് ചെന്ന് പറയുക, ഈ നഗരം ബാബിലോൺ രാജാവിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും. അവൻ അത് അഗ്നിക്കിരയാക്കും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. നീ രക്ഷപ്പെടുകയില്ല, പിടിക്കപ്പെടും. അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നിനക്ക് ബാബിലോൺ രാജാവിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. നിന്നെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. എങ്കിലും യൂദാ രാജാവായ സിദെക്കീയ, നീ കർത്താവിന്റെ വചനം കേൾക്കുക. കർത്താവ് നിന്നെക്കുറിച്ച് അരുൾ ചെയ്യുന്നു, നീ വാളിനിരയാവുകയില്ല, നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുൻപ് രാജാക്കന്മാരായിരുന്ന നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ നിനക്ക് വേണ്ടിയും കത്തിക്കും. ഞങ്ങളുടെ പ്രഭു എന്ന് പറഞ്ഞ് അവർ നിന്നെ ഓർത്തു വിലപിക്കും. ഞാനാണ് ഇത് പറയുന്നത്, കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറമിയ പ്രവാചകൻ ജെറുസലേമിൽ വെച്ച് യൂദാ രാജാവായ സിദെക്കീയായോട് ഇത് പറഞ്ഞു. അന്ന് ബാബിലോൺ രാജാവ് ജെറുസലേമിനും യൂദയായി അവശേഷിച്ചിരുന്ന ലാഖീഷ്, അസേക്ക എന്നീ നഗരങ്ങൾക്കും എതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. ഇവ മാത്രമായിരുന്നു യൂദയായിൽ അവശേഷിച്ച ഉറപ്പുള്ള നഗരങ്ങൾ. തങ്ങളുടെ ഹെബ്രായ ദാസന്മാരെയും സ്വതന്ത്രരാക്കുന്നതിന് ഒരു വിളംബരം പുറപ്പെടുവിക്കുവാൻ സിദെക്കീയ രാജാവ് ജെറുസലേമിലെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്തു. ആരും തന്റെ യഹൂദ സഹോദരരെ അടിമയാക്കാതിരിക്കാനായിരുന്നു അത്. അതിനുശേഷം ജെറമിയായ്ക്ക് കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. ഉടമ്പടിയിൽ ഒപ്പുവെച്ച ജനവും ജനനേതാക്കളും തങ്ങളുടെ ദാസീദാസന്മാരെ അടിമകളായി വെച്ചുകൊണ്ടിരിക്കാതെ സ്വതന്ത്രരാക്കിക്കൊള്ളണമെന്ന് സമ്മതിച്ചു. അതനുസരിച്ച് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി. പിന്നീട് അവർ മനസ്സുമാറ്റി സ്വതന്ത്രരാക്കിയ ദാസീദാസന്മാരെ വീണ്ടും അടിമകളാക്കി. അപ്പോൾ കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തു. തന്നെത്താൻ വിട്ട് നിനക്ക് അടിമയാക്കുകയും 6 വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത ഇസ്രായേൽ സഹോദരരെ 7-ാം വർഷം സ്വതന്ത്രരായി വിട്ടയക്കണം. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എന്റെ വാക്കു കേൾക്കുകയോ എന്റെ കൽപ്പന അനുസരിക്കുകയോ ചെയ്തില്ല. അടുത്ത കാലത്ത് നിങ്ങൾ അനുതപിച്ച് സഹോദരന്മാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്റെ സന്നിധിയിൽ എന്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വെച്ച് നിങ്ങൾക്ക് ഒരു ഉടമ്പടി ചെയ്തു. അത് എനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു. എന്നാൽ നിങ്ങൾ വീണ്ടും മനസ്സുമാറ്റി. നിങ്ങൾ സ്വതന്ത്രരാക്കിയ ദാസീദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എന്റെ നാമത്തിനു കളങ്കം വരുത്തി. ആകയാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ സഹോദരനും അയൽക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല. ഇതാ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. വാളിനും ക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ ഭീഭത്സ വസ്തുവായിത്തീരും. കർത്താവ് അരുൾ ചെയ്യുന്നു, കാളക്കുട്ടിയെ വെട്ടിപ്പിളർന്ന് ആ പിളർപ്പിനിടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ, ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെ പോലെയാക്കും. കാളക്കുട്ടിയുടെ പിളർപ്പിനിടയിലൂടെ കടന്നുപോയ യൂദാ പ്രഭുക്കളെയും
ജെറുസലേം നേതാക്കളെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തെ സകല ജനത്തെയും അവരുടെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും. അവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമാകും. യൂദാ രാജാവായ സെദെക്കിയായെയും അവന്റെ പ്രഭുക്കന്മാരെയും അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും. അവരെ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ബാബിലോൺ രാജാവിന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ കൽപ്പനയാൽ അവരെ ഈ പട്ടണത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവർ വന്ന് യുദ്ധം ചെയ്ത് ഈ നഗരം കീഴടക്കി അഗ്നിക്കിരയാക്കും. യൂദയായിലെ നഗരങ്ങളെ ഞാൻ മരുഭൂമിക്ക് തുല്യം ശൂന്യമാക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം. റക്കാബ്യരുടെ മാതൃക. ജോസിയായുടെ പുത്രൻ യഹോയാക്കീം യൂദയായിൽ രാജാവായിരിക്കുമ്പോൾ കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു, നീ റക്കാബ്യരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക. കർത്താവിന്റെ ആലയത്തിലെ ഒരു മുറിയെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക. അങ്ങനെ ഹബസീനിയായുടെ മകനായ ജെറമിയായുടെ മകൻ യാസാനിയെയും അവന്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റക്കാബ്യരുടെ കുടുംബം മുഴുവനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അവരെ കർത്താവിന്റെ ആലയത്തിൽ ദൈവപുരുഷനായ ഇഗ്ദാലിയായുടെ മകൻ ഹനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. അത് വാതിൽ കാവൽക്കാരായ ഷല്ലൂമിന്റെ മകൻ മാസയായുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു. ഞാൻ റക്കാബ്യരുടെ മുൻപിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് കുടിക്കുവിനെന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. എന്തെന്നാൽ റക്കാബിന്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. നിങ്ങൾ വീട് പണിയരുത്, വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടുവളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെ പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘനാൾ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും. റക്കാബിന്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല. വസിക്കാൻ ഞങ്ങൾ വീട് പണിയുകയില്ല. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു. ഞങ്ങളുടെ പിതാവ് യോനാദാബ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു. എന്നാൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ദേശം ആക്രമിച്ചപ്പോൾ കൽദായരുടെയും സിറിയക്കാരുടെയും സൈന്യത്തെ ഭയന്ന് ജെറുസലേമിലേക്ക് പോരാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നീ പോയി യൂദയായിലെ ജനങ്ങളോടും ജെറുസലേം നിവാസികളോടും പറയുക, നിങ്ങൾ എന്റെ വാക്ക് അനുസരിക്കാൻ കൂട്ടാക്കുകയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു. വീഞ്ഞു കുടിക്കരുതെന്നും റക്കാബിന്റെ പുത്രനായ യോനാദാബ് നൽകിയ കൽപ്പന അവന്റെ മക്കൾ അനുസരിക്കുന്നു. ഇന്നുവരെ അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിന്റെ ആജ്ഞ അനുസരിച്ചു. ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. ദുർമാർഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ തിരുത്തുവിൻ. അന്യദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പിറകെ പോകരുത്. നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കും എന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചെവിക്കൊണ്ടില്ല. റക്കാബിന്റെ പുത്രനായ യോനാദാബിന്റെ മക്കൾ തങ്ങളുടെ പിതാവിന്റെ കൽപ്പന അനുസരിച്ചു. എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ യൂദായ്ക്കും ജെറുസലേം നിവാസികൾക്കും എതിരായി പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഞാൻ അവരുടെ മേൽ വരുത്തും. എന്തെന്നാൽ ഞാൻ അവരോട് സംസാരിച്ചു, അവർ ശ്രവിച്ചില്ല. ഞാൻ അവരെ വിളിച്ചു, അവർ വിളി കേട്ടില്ല. ജെറമിയ റക്കാബ്യരോട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു,
നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിന്റെ കൽപ്പന അനുസരിക്കുകയും നിയമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. അവൻ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റക്കാബിന്റെ മകൻ യോനാദാബിന് ആൺസന്തതി അറ്റുപോവുകയില്ല. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം. ചുരുൾ കത്തിക്കുന്നു. ജോസിയയുടെ പുത്രനും യൂദാ രാജാവുമായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം കർത്താവ് ജെർമിയായോട് അരുൾ ചെയ്തു, ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച ജോസിയായുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിലെയും യൂദയായിലെയും സകല ജനതകളെയും സംബന്ധിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക ചുരുളിൽ എഴുതുക. ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് യൂദാഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിൻവാങ്ങിയേക്കാം. എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും. ജെർമിയ നേരിയായുടെ മകൻ ബറൂക്കിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുൾ ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു. ബാറൂക്ക് അത് ഒരു ചുരുളിൽ എഴുതി. അനന്തരം ജെർമിയ ബാറൂക്കിനോട് പറഞ്ഞു, കർത്താവിന്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു. ആകയാൽ നീ കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളുകളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിന്റെ വചനം വായിക്കണം. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം. അവർ തങ്ങളുടെ യാചനകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം. എന്തെന്നാൽ ഈ ജനത്തിന്റെ മേൽ നിബന്ധിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ്. ജെർമിയ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളിൽ നിന്ന് കർത്താവിന്റെ വചനം ദേവാലയത്തിൽ വെച്ചു വായിച്ചു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 5-ാം വർഷം 9-ാം മാസം ജെറുസലേമിലെ ജനത്തിനും യൂദയായിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ജെർമിയ പറഞ്ഞെഴുതിച്ച കർത്താവിന്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ദേവാലയത്തിന്റെ കാര്യവിചാരിപ്പുകാരനായ ഷാഫാന്റെ മകൻ ഗമാറിയായുടെ മുറിയിൽ വെച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു. ദേവാലയത്തിന്റെ പുതിയ വാതിലിന് സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി. കർത്താവിന്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാന്റെ മകനായ ഗമാറിയായുടെ മകൻ മിക്കയ കേട്ടു. അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരിപ്പുകാരന്റെ മുറിയിൽ വന്നു. പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. കാര്യവിചാരിപ്പുകാരനായ ഏലിഷാമ, ഷെമയായുടെ പുത്രൻ ദലയ, അക്ബോറിന്റെ പുത്രൻ എൽനാഥാൻ, ഷാഫാന്റെ പുത്രൻ ഗമാറിയ, ഹനനിയയുടെ പുത്രൻ സെദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ജനം കേൾക്കെ ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിക്കയ അവരോട് പറഞ്ഞു. ജനം കേൾക്കെ വായിച്ച് ചുരുൾ എടുത്തുകൊണ്ട് വരിക എന്ന് കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂക്കിന്റെ അടുക്കലേക്ക് കൂഷിയായുടെ മകനായ ഷെലേമിയായുടെ മകനായ നത്താനിയായുടെ മകൻ യഹൂദിയെ അയച്ചു. അതനുസരിച്ചു നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു. ഇരുന്നു ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം. അവൻ ബാറൂക്കിനോട് ചോദിച്ചു, ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക. ജെർമിയ പറഞ്ഞു തന്നതാണോ? ബാറൂക്ക് മറുപടി പറഞ്ഞു, അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവ മഷി കൊണ്ട് ചുരുളിൽ എഴുതി വെച്ചു. അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂക്കിനോട് പറഞ്ഞു, നീയും ജെർമിയായും പോയി ഒളിക്കുക. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത്. അവർ കാര്യവിചാരിപ്പുകാരനായ എലീഷായുടെ മുറിയിൽ ചുരുൾ വെച്ച ശേഷം രാജാവിന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയെ അയച്ചു.
അവൻ കാര്യവിചാരിപ്പുകാരന്റെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നിധിയിൽ നിന്ന പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു. അത് ആണ്ടിന്റെ 9-ാം മാസമായിരുന്നു. രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിന്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തികൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും. ചുരുൾ മുഴുവൻ തീരുന്നതുവരെ അങ്ങനെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ രാജസേവകരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ കത്തിച്ചു കളയരുതെന്ന് എൽനാഥനും ദലയായും ഗമറിയായും അപേക്ഷിച്ചെങ്കിലും അവൻ അത് വകവച്ചില്ല. എഴുത്തുകാരനായ ബറൂക്കിനെയും പ്രവാചകനായ ജെറമിയായെയും ബന്ധിക്കാൻ രാജാവ് തന്റെ പുത്രനായ യറഹ്മേലിനോടും അസ്രിയേലിന്റെ മകനായ സെരയായോടും അബ്ലേദിന്റെ പുത്രനായ ശെലെമിയായോടും കൽപ്പിച്ചു. എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു. ജെറമിയ പറഞ്ഞു കൊടുത്തത് ബാറൂക്ക് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിനു ശേഷം കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു, നീ വേറൊരു ചുരുൾ എടുത്ത് അതിൽ യൂദാ രാജാവായ യെഹോയാക്കീം നശിപ്പിച്ച ആദ്യ ചുരുളിൽ ഉണ്ടായിരുന്ന സകലതും എഴുതുക. യൂദാ രാജാവായ യെഹോയാക്കീമിനെതിരെ ഇപ്രകാരം പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, ആ ചുരുൾ നീ കത്തിച്ചു. ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലേ എന്നും എന്തിന് അതിൽ എഴുതിയെന്ന് നീ ചോദിച്ചു. അതിനാൽ യഹൂദ രാജാവായ യഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു, അവന്റെ സന്തതികൾ ആരും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല. അവന്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞും ഏറ്റ് വെളിയിൽ കിടക്കും. ഞാൻ അവനെയും അവന്റെ സന്താനങ്ങളെയും ദാസന്മാരെയും അവരുടെ അകൃത്യ നിമിത്തം ശിക്ഷിക്കും. അവര് ജെറുസലേം നിവാസികളും യൂദയായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച് വകവച്ചിട്ടില്ല. എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും. അനന്തരം ജെർമിയ മറ്റൊരു ചുരുളെടുത്ത് നേരിയായുടെ മകനായ ബറൂക്കിന്റെ കയ്യിൽ കൊടുത്തു. യൂദാ രാജാവായ യഹോയാക്കീം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജെർമിയ പറഞ്ഞുകൊടുത്ത് അവൻ എഴുതി. ആദ്യത്തേതിനു സദൃശ്യമായ മറ്റു വാക്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. സെദെക്കിയായുടെ അഭ്യർത്ഥന. യഹോയാക്കീമിന്റെ മകനായ കോണിയായ്ക്ക് പകരം ജോസിയായുടെ മകനായ സെദെക്കിയ രാജ്യഭരണമേറ്റു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനാണ് അവനെ യൂദാ രാജാവാക്കിയത്. എന്നാൽ അവനോ അവന്റെ ദാസന്മാരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജെർമിയ വഴി കർത്താവ് അരുൾ ചെയ്ത വചനം ശ്രവിച്ചില്ല. സെദെക്കിയ രാജാവ് ശെലെമിയായുടെ പുത്രൻ യെഹുക്കാലിനെയും മാസായുടെ പുത്രനും പുരോഹിതനുമായ സെഫാനിയായെയും ജെർമിയ പ്രവാചകന്റെ അടുത്തയക്ക് നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അന്ന് ജെർമിയ ജനത്തിന്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു. അവർ തടവിലാക്കപ്പെട്ടിരുന്നില്ല. ഫറവോയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു. ജെറുസലേമിനെ ആക്രമിച്ചിരുന്ന കൽദായർ അത് കേട്ട് പിൻവാങ്ങി. അപ്പോൾ ജെർമിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ ഹിതം ആരായാൻ നിങ്ങളെ എന്റെ അടുക്കലേക്ക് അയച്ച യൂദയാ രാജാവിനോട് പറയുവിൻ. നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഫറവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും. കൽദായർ തിരിച്ചു വരും. അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും. കർത്താവ് അരുൾ ചെയ്യുന്നു, കൽദായർ നമ്മെ വിട്ടു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട. അവർ ഇവിടം വിട്ടു പോവുകയില്ല. നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ നഗരം ചുട്ടു ചാമ്പലാക്കും. ജെർമിയ കാരാഗ്രഹത്തിൽ. ഫറവോയുടെ സൈന്യത്തെ ഭയന്നു കൽദായ സൈന്യം
ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജെർമിയ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കുവാൻ ജെറുസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു. ബെഞ്ചമിൻ കവാടത്തിൽ എത്തിയപ്പോൾ ഇരിയ എന്ന പേരായ കാവൽ സേനാ നായകൻ ജെർമിയായെ തടഞ്ഞു നിർത്തി. ഹനന്യായുടെ മകനായ ഷെലേമിയായുടെ മകനാണ് ഇരിയ. നീ കൽദായരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ജെർമിയായോട് പറഞ്ഞു. അത് നുണയാണ്, ഞാൻ കൽദായരുടെ അടുക്കലേക്ക് പോവുകയല്ല എന്ന് ജെർമിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇരിയ അവനെ പിടിച്ച് അധികാരികളുടെ മുൻപാകെ കൊണ്ടുവന്നു. കുപിതരായ അധികാരികൾ ജെർമിയായെ പ്രഹരിച്ചു തടവിലിട്ടു. കാര്യവിചാരിപ്പുകാരനായ ജോനാഥന്റെ വീടാണ് കാരാഗ്രഹമായി ഉപയോഗിച്ചിരുന്നത്. കാരാഗ്രഹത്തിന്റെ ഇരുട്ടറയിൽ ജെർമിയ വളരെ നാൾ കഴിച്ചുകൂട്ടി. സെദക്കിയ രാജാവ് ജെർമിയായെ ആളയച്ചു വരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു. ജെർമിയ പറഞ്ഞു, ഉണ്ട്. നീ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അനന്തരം ജെർമിയായെ സെദക്കിയ രാജാവിനോട് ചോദിച്ചു, നിനക്കോ നിന്റെ ദാസന്മാർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത്? ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ? ആകയാൽ യജമാനനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാചന അങ്ങ് സ്വീകരിക്കണമേ. ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാരിപ്പുകാരനായ ജോനാഥന്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ. ജെർമിയായെ കാവൽപുരത്തളത്തിൽ സൂക്ഷിക്കുവാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്നും ദിവസവും ഓരോ കഷ്ണം അപ്പം കൊടുക്കുവാനും സെദക്കിയ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ജെർമിയ കാവൽപുരയുടെ തളത്തിൽ വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.